നമ്മൾ ഇന്നൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. നമ്മുടെ ചേട്ടായി പിന്നെ ക്യാമ്പിങ്ങിന് പോയ കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. അപ്പം ആ വീഡിയോ ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ വേഗം പോയി കണ്ടിട്ട് വരണം കേട്ടോ. അപ്പോൾ ഗൈസ് ഇന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ചേട്ടായി ക്യാമ്പിന് പോയിട്ട് വന്നപ്പോൾ ഇച്ചിരി തോക്ക് ലോഡ് ചെയ്യുന്നതൊക്കെ പഠിച്ചിട്ടുണ്ട്. അല്ല തോക്ക് ലോഡ് ചെയ്യുന്നത് ഉണ്ട കയറ്റുന്നതും ഇങ്ങനെ വെടി വെക്കുന്നതെന്നൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ചേട്ടായി നമുക്ക് വീഡിയോയിലൂടെ കാണിച്ചു തരുന്നതാണ്. നമ്മളിപ്പോൾ തോക്ക് വീട്ടിൽ ഇറങ്ങാനുള്ള മാത്രം. ഇതിന്റെ വെയിറ്റ് എത്രയാ? ഒരു 2.5 കിലോ കാണുമായിരിക്കും ഈ സാധനത്തിന്റെ വെയിറ്റ്. ഇവിടെയുള്ള എയർഗണ്ണാണ് കേട്ടോ. അതെ അപ്പച്ച പണ്ട് മേടിച്ച് വെച്ചാണ് കേട്ടോ. എയർഗണ്ണാണ്. ലോഡിംഗ് ഒക്കെ എങ്ങനെയാണെന്ന് കാണിച്ചു തരും. എനിക്കറിയത്തില്ല ലോഡിയ, എനിക്കറിയാം. മാസ്റ്റർ നിൽക്കുമല്ലേ. ആ പറഞ്ഞു. അപ്പം ഇത് ഇവിടെ മേടിച്ചത് ഇത് ഇടയ്ക്കിടയ്ക്ക് എടുക്കുന്ന ഇപ്പൊ തുരുമ്പിച്ചൊക്കെ ഇരിക്കുകയാണ്. തുരുമ്പായി ഓയിലൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഇപ്പൊ ചായ കുടിച്ച് കഴിഞ്ഞാൽ വീഡിയോ എടുത്തതാണ്. അപ്പം നമ്മളിനി ഇത് എങ്ങനെയാ റീലോഡ് ചെയ്യുന്നത്? ഇത് ഇച്ചിരി പാടാണ്. ഇതിങ്ങനെ വളക്കണമെങ്കിലൊക്കെ ഇച്ചിരി പാടാണ്. എയർഗണ്ണ് തന്നെ. പിന്നെ മറ്റേ ഇങ്ങനെ വെച്ചിട്ട് മറ്റേ റൈഫിൾ ഇടത്തില്ല. ഇവിടെ അങ്ങനെ ഉപയോഗിക്കാറില്ല. പണ്ട് മേടിച്ച അതിങ്ങനെ പുരാവസ്തുവായിട്ട് സൂക്ഷിച്ചു വെച്ചേക്കും അല്ലേ. ഇവിടെ ഇല്ലേ, ഇവിടെ ഇങ്ങനെ ഒരു കുഴി, അവിടെ നമ്മൾ ഈ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടെ ഇത് കണ്ടോ ഇങ്ങനെ പിടിക്കണം. അത് കഴിഞ്ഞിട്ട് ചൂണ്ടുവിരൽ ഇച്ചിരി ഫ്രണ്ടിലോട്ട് പിടിക്കണം. പിന്നെ ഈ ഭാഗം നമ്മൾ ഈ ചെസ്റ്റിലോട്ട് വെച്ചിട്ട് വിട്ടേ ഞാൻ തോളിലിങ്ങനെ വെക്കണം. പിന്നെ ഇരിക്കുന്ന പൊസിഷനൊക്കെ ഉണ്ടാവും. എൻ്റെ കാലിന് വയ്യാത്തതുകൊണ്ട് എനിക്ക് പറ്റത്തില്ല. ഇതിങ്ങനെ വെച്ചിട്ട് നമ്മുടെ ഈ കയ്യ് ഇതിങ്ങനെ ഇരിക്കണം. ഇങ്ങനെ ഇവിടെ ഈ കുഴിഞ്ഞ ഭാഗത്താണ് നമ്മൾ വെക്കാൻ. പിന്നെ ഇങ്ങനെ ഭയങ്കര വെയിറ്റ് ആണോടാ അവിടത്തെ അവിടുന്ന് കിട്ടുന്ന തോക്കൊക്കെ? ഇതിനാ അവിടുത്തെ എയർഗണ്ണിനേക്കാളും വെയിറ്റ് ചെയ്യുകയാണ്. ഇതിങ്ങനെ വെച്ചിട്ട് നീ അവിടെ ചെന്നപ്പോ ഈ AK-47 ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോ എങ്ങനെ ഉണ്ടോ? അത് ആദ്യമായിട്ടല്ലേ നീ കാണുന്നത്? പിന്നെ ഈ സാധനം ഞെക്കുമ്പോ ഇങ്ങനെ ഒറ്റ ഞെക്കി വെക്കുന്നത്. ഇങ്ങനെ പയ്യെ പിടിച്ചിട്ട് പയ്യെ ഇങ്ങനെ ഞെക്കും. അന്നേരം നമുക്ക് എയിം കറക്റ്റ് ആവും. പിന്നെ വെടി വയ്ക്കുന്ന സമയത്ത് ഇങ്ങനെ ശ്വാസം പിടിച്ചു നിർത്തണം. അങ്ങനെയൊക്കെ പറഞ്ഞു തന്നവര്. ഞാൻ പിടിക്കുന്നില്ല. പിന്നെ നമ്മള് ഇങ്ങനെയാട്ടോ ഇരിക്കുന്നത്. ഇരിക്കുമ്പം നമ്മുടെ ഈ കാല് ഇങ്ങനെ വെച്ചിട്ട് എനിക്കിപ്പോ ഇവിടെ നമ്മളെ പുണ്ടി വന്നിട്ട് ഈ കാലയിൽ വെച്ചിട്ട് ഈ കാലിങ്ങനെ വെക്കണം. അതിനുശേഷം നമ്മുടെ ഈ കൈ ഈ മുട്ടയിൽ വെച്ചേക്കണം. മുട്ടയിൽ വെക്കുമ്പോ ഇങ്ങനെ 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 ഇളകി വയ്ക്കും. മുട്ടയിൽ ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെ തൊലിയും കൂടെ കൂട്ടി താഴത്തോട്ട് വലിക്കും. അപ്പൊ ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് ഇരിക്കും. പിന്നെ വെടി വെക്കുന്ന സമയത്ത് ഇങ്ങനെ ശ്വാസമൊക്കെ പിടിച്ചു വെച്ചിട്ട് ഷൂട്ട് ചെയ്യണം. അവര് പിന്നെ ഹിന്ദിയിൽ എന്തൊക്കെയൊക്കെയോ പറയും. നമ്മൾ ഓരോന്നായിട്ട് ചെയ്യണം. നല്ലതായിരുന്നു, അടിപൊളിയായിരുന്നോ? ഇത് എത്ര വർഷമായി കാണും മേടിച്ചിട്ട്? ഇത് സജോയൊക്കെ ഉള്ളപ്പോൾ വാങ്ങിച്ചത്. അതായത് കാനഡയിലുള്ള അവന് കാനഡയ്ക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്ന ഒരു 15 വർഷത്തിന് മേളിലായിട്ടുണ്ട്. അപ്പോൾ ഇത് അന്നത്തെ ഒരു പൂതി തോന്നിയിട്ട് അങ്ങനെ വാങ്ങിച്ചതാണ്. സജോയ്ക്ക് ഭയങ്കര താല്പര്യമായിരുന്നത്. അപ്പോൾ അന്നേരം വാങ്ങിച്ച അപ്പച്ചനും സജോയും കൂടെ കുഞ്ചിത്തണ്ണിയിൽ അന്ന് MS എന്ന് പറഞ്ഞൊരു കടയുണ്ട്. ചുമ്മാ മേടിക്കാൻ കിട്ടുമായിരുന്നു. സാർക്ക് അരി എന്നാലും കിട്ടും. എന്തൊക്കെ വേണമെന്ന് എനിക്കറിയത്തില്ല. ഇതിന്റെ ബില്ല് മാത്രം ബില്ല് ഉണ്ട്. ബില്ല് സൂക്ഷിച്ചാൽ മതി എന്നാ പറയുന്നത്. തുരുമ്പിച്ചു പോയി അല്ലേ? തുരുമ്പിച്ചു പോയി. അവിടുത്തെ തോക്കെന്ന് പറഞ്ഞാൽ ചുമ്മാ അങ്ങ് കഷത്തിന്റെ വിട്ട വെയിറ്റ് ഇല്ലടാ ഇങ്ങനെ വെച്ചിട്ട് ഇതങ്ങ് വളയ്ക്കാന്നുള്ളത് ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടുത്തെ ലോഡ് ചെയ്യുന്നത് എങ്ങനെയാട്ടോ നമ്മളിത് ഇവിടെ പിടിച്ചിട്ട് ഇങ്ങനെ വളച്ച് കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ കോക്ക് ചെയ്ത് കഴിയുമ്പം ഇങ്ങനെ 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 ഈ സാധനം ഇങ്ങനെ ആടും. അന്നേരമാണ് ചുമ്മാ ഇടല്. അങ്ങനെ പോവില്ല. നശിപ്പിക്കോ? ഇവിടെ കണ്ടോ ഈ സാധനം ഈ തൊളക്കൂടെ ഇതിലൂടെ
ഇല്ലെന്നേ നിസ്സാര പൈസ ഉള്ളൂ. പിന്നെ ഈ ഒരു തുളയെ കൂടെ നോക്കി ഇതേ കൂടെ നോക്കി ഇവിടെ ഇങ്ങനെ ഒരു വി ഷേപ്പ് 80 രൂപയ്ക്ക് അങ്ങനെ മേടിച്ചാൽ 50 100 താഴെ ഉള്ളൂ തോന്നുന്നു. പിന്നെ ഇതിന്റെ അറ്റത്ത് ഇങ്ങനെ ഒരു സാധനം ഇരിപ്പുണ്ട് ഇങ്ങനെ കടയിൽ മേടിക്കാണ്ട് കുഞ്ഞു ഇത് ഈ കറക്റ്റ് ഇങ്ങനെ പോകുന്ന സാധനം. അത് നമ്മൾ ഈ കറക്റ്റ് ഇതുപോലെ കറക്റ്റ് ഇതാവുമ്പോ അങ്ങ് ഷൂട്ട് ചെയ്യണം. പിന്നെ ഷൂട്ട് ചെയ്യുമ്പോ ശ്വാസം പിടിക്കണം, ഇല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഇളകി പോകും. നമ്മളെ വേറൊരു പ്രശ്നമുണ്ട്. ഞാൻ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ കറക്റ്റ് ചിലപ്പോൾ എയിം ചെയ്തിട്ട് അടിക്കുമ്പോൾ നമ്മൾ കാഞ്ചി വലിച്ചു കഴിയുമ്പോഴത്തേക്ക് ഇച്ചിരി വൈബ്രേഷൻ ആവും. അപ്പൊ സ്റ്റോക്ക് ഇങ്ങനെ എയിമിന്റെ നേരെ അവരിങ്ങനെ വെക്കും. അത് കഴിഞ്ഞ് നമ്മുടെ അടുത്ത് ആദ്യത്തെ ഒരു കമാൻഡ് വരും. അന്നേരം നമ്മൾ ഓടി ഇങ്ങനെ വന്ന് നിൽക്കണം. അതിനുശേഷം ഇങ്ങനെ ഒറ്റക്കാലിൽ ഇങ്ങനെ വന്നിട്ട് സ്റ്റോക്ക് ഇങ്ങനെ എടുക്കണം. എന്നിട്ട് ഇങ്ങനെ പിടിക്കണം. അന്നേരം അവർ ഇല്ലിങ് പൊസിഷൻ എങ്ങാണ്ട് മറന്നുപോയി നോക്കാം. അന്നേരം നമ്മൾ വെടി വയ്ക്കാനുള്ള ഒരു പൊസിഷനിൽ അങ്ങ് നിൽക്കണം. പിന്നെ അത് നിന്ന് കഴിയുമ്പോൾ അവര് റീലോഡ് ചെയ്യാൻ പറയും. അപ്പൊ നമ്മള് ഇത് ഒടിച്ചിട്ട് ഒടിച്ചിട്ട് അങ്ങനെ നിൽക്കണം. നിന്ന് കഴിയുമ്പോൾ അവര് പെല്ലറ്റ് ഇടാൻ പറയും. പെല്ലറ്റ് ഇട്ടിട്ട് നമ്മൾ കോക്ക് ചെയ്ത് ഇങ്ങനെ അടിച്ചു കഴിഞ്ഞിട്ട് റെഡി ആവാൻ പറയും. അത് കഴിഞ്ഞിട്ട് അവര് ഷൂട്ട് ചെയ്തോളാൻ പറയും. ഷൂട്ട് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞിട്ടൊരു 2-3 സെക്കൻഡ്സ് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഷൂട്ട് ചെയ്യാൻ. എയിമൊക്കെ കറക്റ്റ് ആക്കിയിട്ട് പിന്നെ ഒരു 5 പെല്ലറ്റ് തരും. അപ്പോൾ നമ്മളത് അതിനനുസരിച്ച് നമ്മൾ ഷൂട്ട് ചെയ്താൽ മതി. പിന്നെ 5 എണ്ണം കഴിയുമ്പോൾ നമ്മളങ്ങ് കൈ വെക്കണം. ഓരോരുത്തരുടെ കൈയുണ്ട് അതിനുവേണ്ടി. പിന്നെ 5 പെല്ലറ്റിൽ ഞാൻ അങ്ങാണ്ട് 3 എണ്ണം കൊള്ളിച്ചു, 2 എണ്ണം അങ്ങാണ്ട് കറുപ്പിൻ്റെ ആ ഒരു സൈഡിലങ്ങ് കൊണ്ടു. പിന്നെ 5 എണ്ണം കൊള്ളിച്ച് നമ്മൾ കൈ വെക്കി എല്ലാവരും കഴിഞ്ഞ് കഴിയുമ്പോൾ ഇങ്ങനെ ഓടി ടാർഗറ്റിൻ്റെ അടുത്ത് ചെന്ന് നോക്കണം. നോക്കി കഴിഞ്ഞിട്ട് 5 എണ്ണവും കൊള്ളാത്തവരും പിന്നെ ഒരെണ്ണം കൊണ്ടവരെയും തവള ചാടി തിരിച്ചു പോകണം. അങ്ങനെ ഇതിൻ്റെ പരിപാടി. അപ്പോൾ ഗൈസ് ചേട്ടായി പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ അല്ലേ? അപ്പോൾ ഗൈസ് ഇതാണ് ചേട്ടായി അവിടെ പോയപ്പോൾ പഠിപ്പിച്ചതെന്ന് പറഞ്ഞത്. അപ്പോൾ ഗൈസ് നിങ്ങൾക്കൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ ചെയ്തു നോക്കിക്കോ ഗൈസ്. നല്ല അത്യാവശ്യം നല്ല വെയിറ്റ് ഒക്കെ ഉള്ള തോക്കാണ് ഗൈസ് ചേർക്കണം പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്. പിടിക്കുന്ന ഞാൻ പൊക്കിക്കോ എങ്ങനെ തന്നെയാണ്. ഓക്കെ അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ പിടിച്ച് ഞങ്ങൾ പുതിയ വീഡിയോ അടിച്ചു തരും. ബൈ ബൈ.